ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു വീടിൻ്റെ കോർട്ട്യാർഡ് സ്പേസിലാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു വീട്. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പേസാണ് ഇത്. ഇന്നത്തെ വീട് വരുന്നത് 5 സെൻറ്റിലാണ്. 2200 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂമുള്ള വീട്. ഈ കോർട്ട്യാർഡ് സ്പേസിൽ നിന്ന് നമ്മളിങ്ങനെ നേരെ കയറുന്നത് വീടിൻ്റെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഇത് കിച്ചൻ്റെ ഡോറാണ്, ഇത് വർക്ക് ഏരിയ സ്പേസുമാണ്. നല്ല ഭംഗിയുള്ളൊരു വീട് തന്നെയാണ്. മിനിമം 4 വാഹനം പാർക്ക് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല കിണർ വെള്ളം അവൈലബിൾ ആണ്, KW വാട്ടർ കണക്ഷൻ ഉണ്ട്. ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു 5 കിലോമീറ്റർ മാത്രമാണ്. വികാസവാണിയിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററൊക്കെ അകലം വരും. ഈ ഇൻഫോ പാർക്ക് 3rd ഫേസ് അനൗൺസ് ചെയ്തേക്കുന്നത് ഈ വീടിൻ്റെ ഏകദേശം തൊട്ടടുത്ത് തന്നെയാണ്. ഏകദേശം 1 കിലോമീറ്ററിന് സറൗണ്ടിങ്സിലായിട്ട് ഇൻഫോ പാർക്കിൻ്റെ 3rd ഫേസ് വരും. അപ്പോൾ ഞങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിലെത്തി. ഫ്രണ്ടിലെ ഒരു കോർണർ സ്പേസാണിത്. ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാം LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് വീടിൻ്റെ എലിവേഷൻ നോക്കാം. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വീട് ഈ കാണുന്ന വീടാണ്. വീടിൻ്റെ എലവേഷനിലേക്ക് വരികയാണെങ്കിൽ മോഡേൺ കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ നല്ല ഭംഗിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. മുകൾ ഭാഗത്ത് അവിടെ നമുക്ക് ബാൽക്കണിയാണ്, L ഷേപ്പിലാണ് ബാൽക്കണി നൽകിയിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് ലോവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ജാലികൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇത് വലിയൊരു കാർ പോർച്ചാണ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു കാർ പോർച്ച്. നമുക്ക് കാർ പോർച്ച് 2 വാഹനം ഇവിടെ, ഈ ഭാഗത്തേക്കും ഒരു വാഹനം പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് വീട് ഒരുക്കിയിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബോക്സി ടൈപ്പിൻ്റെ ഡിസൈൻ, ആ കണ്ടംപററി ഡിസൈൻ ഇവിടെ നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. താഴെയും മുകളിലും ആ മോഡേൺ ഡിസൈനിൽ വരുന്ന 2 ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും 2 ജനലുകൾ കൊടുത്തിരിക്കുന്നു. ആ മോഡേൺ ആർക്കിടെക്ചർ ഡിസൈനിൽ വന്ന പെയിൻറ്റിങ് തീം തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന റോഡാണ് വീടിൻ്റെ മുന്നിലായിട്ട് വരുന്നത്. ഇതൊരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ് വരുന്നത്. ഇവിടെ നിന്ന് വലിയ റോഡ് താഴേക്ക് വരുന്നുണ്ട്. ഒരു 3 വാഹനങ്ങൾ ഒരുമിച്ച് പോകാത്ത രീതിയിലാണ് ഈ ഭാഗത്തുള്ള റോഡ് ഒരുക്കിയിരിക്കുന്നത്. വീടിൻ്റെ ഈ കോർണറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ബാക്കിലേക്ക് ഇറങ്ങി നോക്കിയാൽ നമുക്കറിയാം ഇവിടെ നല്ല ഭംഗിയിൽ തന്നെയാണ്. ഇത് കോർണർ പ്രോപ്പർട്ടി ആയതുകൊണ്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ വീട് ഒരുക്കിയിരിക്കുന്നത്. വീടിൻ്റെ ഗേറ്റ് സ്ക്വയർ ട്യൂബിൽ ചെയ്തിട്ടുണ്ട്. നല്ല വെർട്ടിക്കൽ ഡിസൈൻ, ഒരു കണ്ടംപററി ഡിസൈനിൻ്റെ ആ വെർട്ടിക്കൽ ഡിസൈൻ പാറ്റേൺ അവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെയും ഒരു 5 മീറ്റർ വിഡ്ത്താണ് ഈ റോഡിന് നൽകിയിരിക്കുന്നത്. ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് കൊടുത്തിട്ടുണ്ട്. ഇത് സ്ലൈഡിങ് ഗേറ്റാണ് വരുന്നത്. ഇവിടെ നമുക്ക് GI ഷീറ്റിൻ്റെ ഡിസൈൻ വർക്ക് വരുന്നുണ്ട്. വീടിൻ്റെ പണി ഏകദേശം ഒരു 5% കൂടി ചെയ്ത് തീർക്കാനുണ്ട്. സ്ലൈഡിങ് ഗേറ്റാണ്, ഏകദേശം ഒരു 5 അടി ഹൈറ്റുള്ള ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു. കടപ്പ കല്ലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനിടയിലായിട്ട് സിന്തറ്റിക് ഗ്രാസ് കൊടുക്കാണ്ട് ഇത് പോളിഷിംഗ് വർക്ക് ബാക്കിയുണ്ട്. ഇവിടെ ടൈല് നമ്മുടെ തറയിൽ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വലിയ വാഹനങ്ങൾ, ഇന്നോവ പോലെയുള്ള വലിയ വാഹനങ്ങൾ നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെയും അഡ്ജസ്റ്റ് ചെയ്തതാണെങ്കിൽ 2 വാഹനം ഇവിടെ പാർക്ക് ചെയ്യാം. മുകൾ ഭാഗത്ത് നമുക്ക് വേറൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അതാണ് ഈ വീടിൻ്റെ വേറൊരു അട്രാക്ഷൻ. അത് നമുക്ക് പിന്നെ കാണാം. ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു സ്പേസ് ഇല്ലേ, ആ സ്പേസാണ്. അപ്പോൾ ഇവിടെ ഗാർഡൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ കണ്ട സ്പേസാണ്. വീടിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ഏകദേശം 1 മീറ്ററോളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ കോർട്ട്യാർഡ് സ്പേസിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഡോറും അവിടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. ഒരു സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് കയറ്റിയിട്ടാണ് ഒരു സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നല്ല നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. പില്ലറുകൾ കൊടുത്തിട്ടില്ല. അവിടെ ക്ലാഡിംഗ് ടൈലുകൾ നല്ല ഭംഗിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ മെയിൻ ഡോർ ഇവിടെയാണ് വരുന്നത്. വുഡൻ ഡോറാണ് വരുന്നത്. തേക്കൂട്ടിലാണ് വുഡൻ ഡോറ് ഒരുക്കിയിരിക്കുന്നത്. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഗസ്റ്റ് ലിവിങ് ഏരിയയാണ്. ഇവിടെ ആ ഫ്രണ്ടിൽ നിന്ന് കണ്ട ജനലാണ്. വീടിൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ബാത്റൂം ഫിറ്റിങ്സുകളൊക്കെ വന്നിട്ടുണ്ട്. സെറയുടേതാണ് ഫിറ്റിങ്സുകൾ വന്നത്. അത് ബാത്റൂമിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി വെച്ചിട്ടേ ഉള്ളൂ. ഇതാണ് ലിവിങ് ഏരിയ. ഇവിടെ TV യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. താഴെ ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസുകൾ കാണാം. ഇവിടെ ലൂവർ ഡിസൈൻ പാറ്റേൺ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഭംഗിയുള്ള വാൾ പേപ്പർ നൽകിയിട്ടുണ്ട്. മുകളിൽ നല്ല ഭംഗിയിൽ തന്നെ ഒരു ഫോൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് ഡൈനിങ് ഏരിയ. നല്ല ഭംഗിയുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ടൈലുകൾ നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. വെട്ടിഫൈഡ് ടൈലുകളാണ്. നല്ല ഡിസൈനുള്ള നല്ല ടൈല് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്കിവിടെ ഒരു ഭംഗിയുള്ള വാഷ് കൗണ്ടർ വരുന്നുണ്ട്. അവിടെ വാഷ് ബേസിൻ നൽകും.
ഇവിടെ ആൻറ്റിക് ലുക്കിൽ വരുന്ന ഇതാണ് ആൻറ്റിക് ലുക്കിൽ വരുന്ന വാൾ ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ക്യൂരിയോ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ആ ഷെൽഫുകൾ കാണാം. അതിൻ്റെ സൈഡിലായിട്ട് പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡോർ UPVC വിൻഡോയാണ്. നമ്മുടെ കോർട്ട്യാർഡ് സ്പേസിലേക്ക് നമുക്ക് ആ ബാൽക്കണി ഇവിടെ നിന്നും ഇറങ്ങാൻ പറ്റും, നമ്മുടെ വർക്ക് ഏരിയയിൽ നിന്നും ഇറങ്ങാൻ പറ്റും. ഇത് നമ്മൾ നേരത്തെ കണ്ട സ്പേസാണ് ആ കോർട്ട്യാർഡ് സ്പേസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ഈ കോർട്ട്യാർഡ് സ്പേസാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇനി കിച്ചൺ നോക്കാം. കിച്ചണിലേക്ക് വരുമ്പോൾ ഓപ്പൺ കൺസെപ്റ്റ്, സെമി ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത്. ചെറിയൊരു ഡോർ പോലുള്ള സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ L ഷേപ്പിൽ കൗണ്ടർ ടോപ്പ് ഒരുക്കിയിട്ടുണ്ട്. താഴെയും മുകളിലും കബോർഡുകളാണ്. ഇവിടെ ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഇവിടെ കിച്ചൺ വിൻഡോ. അപ്പോൾ താഴെ നല്ല കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഏരിയ തന്നെയാണ് വർക്ക് ഏരിയ. എന്നാൽ പോലും ഈ കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയ കാണിച്ചില്ലെങ്കിൽ ഒരു സമാധാനം. അപ്പോൾ ഇതാണ് വർക്ക് ഏരിയ. വർക്ക് ഏരിയയുടെ ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് വരുന്നുണ്ട്. ഇത് കോൺക്രീറ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലാണ് ആ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുണ്ട്. ഇനി പോകുന്നത് ആ ബെഡ്റൂമിലേക്കാണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളുണ്ട്. ഇതാണ് ബെഡ്റൂമിലേക്ക് പോകുന്ന ഒരു ആദ്യത്തെ ബെഡ്റൂം. 3 ഫേസ് ഇലക്ട്രിക് കണക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ആ കോർട്ട്യാർഡ് സ്പേസിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ടഫ് ആൻഡ് ഗ്ലാസ് കൊടുത്തിട്ട് നല്ലൊരു ഡോറ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ആ 3 പാളിയുള്ള ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബെഡ്റൂമാണിത്. ഇവിടെ വാർഡ്രോബ് ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഹാൻഡിലുകളൊക്കെ വരാനുണ്ട്. ഫിനിഷിങ് വർക്കുകൾ ആയിട്ടില്ല. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് കാണാം. അതുപോലെ തന്നെ ഇവിടെയാണ് ബാത്റൂമിൽ ലൈറ്റ് ഫിറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫിറ്റിങ്സുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ നല്ല മോഡേൺ ഡിസൈനിലാണ് ഈ ബാത്റൂം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ടൈലുകളൊക്കെ നമുക്കറിയാം ആർക്കിടെക്ചർ ഡിസൈനിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു സിമെൻറ്റ് ടെക്സ്ചർ വർക്കിൻ്റെ ഇതിൽ വരുന്ന ഒരു ടൈലുകളാണ് വരുന്നത്. ഇവിടെ വാഷ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വെറ്റും ഡ്രൈയുമായിട്ട് തിരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി രണ്ടാമത്തെ ബെഡ്റൂം ഈ കിച്ചണോട് ചേർന്നിട്ട് ഈ ഭാഗത്തായിട്ടാണ്. നല്ല പ്രൈവസി ഉള്ള രീതിയിലാണ് 2 ബെഡ്റൂമുകളും സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇവിടെ 2 സൈഡിലും വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം പാനൽ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാർഡ്രോബ് 3 പാളിയുടേതാണ്. താഴെ 2 സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഒരു വർക്കിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് എല്ലാ ബെഡ്റൂമിലും ആ മിനിമലിസ്റ്റിക് ഡിസൈനിൽ വരുന്നുണ്ട്. ഇതാണ് ബാത്റൂം. നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അത്ര വലിപ്പമുള്ള, പക്ഷേ കുറച്ച് വിഡ്ത്ത് കൂടുതലുണ്ട്. നേരത്തെ കണ്ട ബാത്റൂമിന് ലെങ്ത് ആയിരുന്നു കൂടുതൽ. ബാക്കി എല്ലാ ഫിറ്റിങ്സും സെയിം തന്നെയാണ്. അപ്പോൾ താഴത്തെ നിലയിൽ നിന്ന് ഇനി പോകേണ്ടത് മുകളിലത്തെ നിലയിൽ. ഇവിടെ നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. വുഡൻ ഫിനിഷിലാണ് ടൈല് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വരുന്നത് തേക്കൂട്ടിലാണ്. ഇവിടെ പ്ലെയിൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ലാൻഡിങ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് വലിയൊരു വിൻഡോ കാണാം. അത് ഫിക്സഡ് ഗ്ലാസ് ആണ്. അവിടെ നിന്ന് നല്ല നാച്ചുറൽ ലൈറ്റ് വീടിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് എത്തുന്നത്. ഇതാണ് അപ്പർ ലിവിങ് സ്പേസ്. ഒരു L ഷേപ്പിലാണ് അപ്പർ ലിവിങ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വലിയ TV യൂണിറ്റിൻ്റെ ഒരു സ്പേസാണ് വരുന്നത്. ഇവിടെ സെൻട്രൽ ഭാഗത്ത് ഇതൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട്. ഇതൊക്കെ വലിച്ചിട്ട് നല്ല ക്ലിയറാണ്. ഇതെല്ലാം വർക്ക് തീരാത്തതുകൊണ്ടാണ് അതിൻ്റെ ഭംഗി തോന്നാത്തത്. ഇവിടെ ലൂവർ ഡിസൈൻ പാറ്റേൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ വാൾ പേപ്പർ ഇവിടെ നൽകിയിരിക്കുന്നു. ക്യൂരിയോ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ഇവിടെ ഫ്രണ്ട് എലിവേഷനിൽ കണ്ട ആ മോഡേൺ ഡിസൈനിൽ വരുന്ന ആ ജനലാണ്. ഇത് ഫോൾ സീലിംഗ് വർക്ക്. ഇവിടെ ഡബിൾ ഹൈറ്റാണ് ഈ സ്റ്റെപ്പ് വരുന്ന ഏരിയയിൽ വരുന്നത്. അവിടെ ഒരു ഷാൻലിയർ കൊടുത്തിരിക്കുന്നതായി കാണാം. 2 ബെഡ്റൂമുകളാണ് മുകളിലത്തെ നിലയിൽ വരുന്നത്. ആദ്യത്തെ ബെഡ്റൂം ഇവിടെയാണ്. ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയിൽ നല്ല വലിപ്പത്തിലുള്ള നല്ല ഫിനിഷിങ് ഏരിയയിലുള്ള ബെഡ്റൂമാണിത്. നോക്കിയാൽ തന്നെ അറിയാം വലിയ ബെഡ്റൂം. ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബ് ഇവിടെ ചെയ്തിരിക്കുന്നു. താഴത്ത് കണ്ട അതേ ലൂവർ ഡിസൈൻ പാറ്റേൺ മുകളിൽ ഫോൾ സീലിങ്ങിൽ വരുന്നുണ്ട്. ഇതാണ് ബാത്റൂം. ഏകദേശം സെയിം സ്പേസ് തന്നെയാണ്. താഴത്തെ നിലയിൽ കണ്ട ബാത്റൂമിൻ്റെ സെയിം സ്പേസും സെയിം ഡിസൈൻ തന്നെയാണ്. ഇവിടെ നമുക്ക് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ചുറ്റും ട്രെയുമായിട്ട് തിരിക്കാം. ഇനി ഒരു ബെഡ്റൂം കൂടി കാണാനുണ്ട്. അപ്പോൾ 4 ബെഡ്റൂമുകളാണ് ഈ വീടിന് വരുന്നത്. ഈ TV യൂണിറ്റിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ബെഡ്റൂമിലേക്കുള്ള ഡോറ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ബെഡ്റൂം. ഇവിടെ ജനലുകൾ കാണാം.
അതുപോലെ തന്നെ വാർഡ്രോബ് ഇവിടെ വരുന്നുണ്ട്. താഴെ ഇതേപോലെ തന്നെയായിരുന്നു വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ക്യൂരിയോ ഷെൽഫുകൾ, ഒരു സ്റ്റഡി ടേബിൾ പോലെ ഒരു സ്പേസ്, ഇത് ബാത്റൂം. അതൊന്നും പറയാനില്ല, ബാത്റൂം നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഇനി നമുക്കൊരു പാർക്കിംഗ് സ്പേസ് ഇല്ലേ, അതാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് ആ കാർ പാർക്കിംഗ് സ്പേസ്. അപ്പോൾ ഈ വീടിൻ്റെ 2 മെയിൻ ഗേറ്റുകൾ വരുന്നുണ്ട്. ഇവിടെ ഈ ഗേറ്റ് സ്ലൈഡിങ് ഗേറ്റാണ്. ഇങ്ങോട്ട് നമുക്ക് മുകളിലേക്ക് താഴെ കോർട്ട്യാർഡ് സ്പേസിൻ്റെ ഒരു സ്പേസുമാണ്. ഈ കാർ പോർട്ട്സ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അവിടെ ലൂവർ ഡിസൈൻ പാറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ബാൽക്കണി കൂടി കാണാനുണ്ട്. ബാൽക്കണി നോക്കാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബാൽക്കണിയിലാണ്. ഇത് ഷേപ്പിലാണ് ബാൽക്കണി വരുന്നത്. മറ്റേ ഒരു കണ്ടംപററി അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചറൽ ഡിസൈനിൻ്റെ ഭാഗമായിട്ട് വരുന്നത് വെർട്ടിക്കൽ ഡിസൈനുള്ള ഹാൻഡ് റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ലൂവൽ ഡിസൈൻ പാറ്റേൺ വരുന്നുണ്ട്. ഏത് ഷേപ്പിലാണ് അവിടെ വരുന്നത്. ഇവിടെ ചെറിയൊരു ജാളി വർക്ക് കാണാം. ഇത് നമ്മൾ ആ കോർട്ട്യാർഡ് സ്പേസിലും കണ്ടിരുന്നു ഇതുപോലെ ഒരു ജാളി വർക്ക്. ഇത് മുകളിലേക്ക് ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണ്. കോൺക്രീറ്റിലാണ് അത് ചെയ്തെടുത്തിരിക്കുന്നത്. ഫുള്ളി കവേർഡായിട്ടുള്ള സ്പേസാണ്. അപ്പോൾ മഴവെള്ളമൊന്നും ഇങ്ങോട്ട് വരും. അപ്പോൾ 5 സെൻറ്റ് സ്ഥലത്ത് നല്ലൊരു വീടാണ് നമ്മൾ കണ്ടത്. 2200 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂം വീട്. മിനിമം 4 വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസുള്ള, കിണർ വെള്ളമുള്ള, AW വാട്ടർ കണക്ഷനുള്ള ഒരു വീട്. അപ്പോൾ നല്ല ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് വരുന്നത്. 2 റോഡുകൾ വീട് വരുന്നത്. മോൾ ഭാഗത്ത് ടാർ റോഡുണ്ട്, ഈ ഭാഗത്ത് വലിയ ഇൻ്റർലോക്ക് ചെയ്ത 6 മീറ്റർ വീഴത്തുള്ള നല്ലൊരു റോഡും നൽകിയിട്ടുണ്ട്. അപ്പോൾ നല്ല എലവേഷനിലാണ് ഈ വീട് നൽകിയിരിക്കുന്നത്. ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു 4.5 കിലോമീറ്ററാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട്. വിദ്യോദയ സ്കൂളിലേക്ക് 2 കിലോമീറ്റർ ആക്കി ദൂരം. സമയട്ടൻ ഹോസ്പിറ്റലിലേക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പം നല്ല ഭംഗിയുള്ള ഏരിയയിൽ നിർമ്മിച്ച ഈ വീടിന് 1,05,00,000 രൂപയാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ കൊടുക്കാം, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.